അസ്ലം ചമത്ത. അപ്പൊ ഇതാണ് ഇപ്പൊ ട്രെൻഡ്. ഇതിന്റെ ഇതിനെ കൊന്നാലും പ്രശ്നമാണ്, ഇതിനെ കൊന്നിട്ടില്ലെങ്കിലും പ്രശ്നമാണ്. പക്ഷെ ഇതിന്റെ കടി കൊള്ളാതെ എന്ത് ചെയ്യണം, എങ്ങനെയും കഴിച്ചിലാവണം. അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ നന്നാവും. അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇപ്പൊ ഒരു പുലി നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര വെയിറ്റ് ഉള്ള ആളാണെങ്കിലും അത് നിഷ്പ്രയാസം നമ്മളെന്ത് ചെയ്യും, അത് കടിച്ചിട്ട് അത് ഹൈഡായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളെ ഫുള്ള് ക്ലിയർ ആക്കാൻ ഒരു പുലിക്ക് വളരെ അനായാസമായിട്ട് കഴിയും. പക്ഷെ ഒരു നായന്റെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, നമ്മൾ പൊതുവെ നമ്മൾ ഇതിനെ വലിയ വിദഗ്ധനൊന്നുമല്ല. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യാന്നുള്ളൂ. ഈ നായ സംഭവത്തിൽ എന്താ വെച്ചാൽ, ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ നോക്കി, ഈ നായ കടിച്ചിട്ടുള്ള വീഡിയോസുകളൊക്കെ. അതിലൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നായ കടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ചെറിയ മക്കളാണെങ്കിലും പ്രാണുകളൊക്കെ അടുത്ത് തന്നെ ആ ഒരു കുറച്ച് 1-2 മിനിറ്റ്, നായ കടിച്ച് 1-2 മിനിറ്റിന്റെ ഉള്ളിൽ എന്ത് വെച്ചാൽ, മറ്റുള്ള ആൾ ഇത് കടി കൊണ്ടിട്ട് മറ്റുള്ള ആളുകൾ ഈ നായന്റെ അടുത്ത് വരുന്ന സമയത്ത് തന്നെ വേറൊരാളെ സാന്നിധ്യം കൂടെ അവിടെ കാണുമ്പോൾ ഈ നായ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള നായകളെല്ലാവരും എസ്കേപ്പ് ആകുന്നുണ്ട്. അതായത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളെ നായ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ നായക്ക് സത്യത്തിൽ അതിന്റെ ഗിഫ്റ്റ് നായ കടിക്കുന്നുള്ളൂ. അല്ലാതെ നായ പുലിന്റെയും സിംഹത്തിന്റെ ഒന്നും മാറി ചാടി വീണ് നമ്മളെ അറ്റാക്ക് ചെയ്യണില്ല. നായക്ക് നമ്മൾ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്താ പറയാ, നിസ്സഹായമാണെന്ന് നായക്കനെ തോന്നിക്കഴിഞ്ഞാൽ പൊതുവെ കാണില്ല. ഫസ്റ്റ് തന്നെ നായ കുഴച്ചിട്ട് നമ്മൾ നേരെ ചാടി വീഴാണ്. നമ്മൾ വലിയ ആളുടെ കുട്ട ഒന്നും നോക്കണ്ട. മെയിനായിട്ട് ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ, ഈ ഒറ്റ ട്രിക്കാണ്. ഒരുപാട് വീഡിയോസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ട്രിക്ക് പയറ്റോലൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താ സംബന്ധിച്ചാൽ, നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ കൊണ്ടേ വടിയോ അല്ലെങ്കിൽ ബാഗോ എന്തോ ഇനി ഒരു സാധനം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു കയ്യിൽ നമ്മൾ സാധനം ഇല്ലെങ്കിലും ഒരു കാരണവശാലും നമ്മൾ ഓടരുത്. പേടിക്കും. നായ കുറച്ച് കഴിഞ്ഞാൽ 99% ആളുകൾ പേടിക്കും. അപ്പൊ എന്താ വെച്ചാൽ, പേടി എന്നുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ അഭിനയിക്കുക. പേടിയില്ല എന്ന് നായന്റെ മുമ്പിൽ അഭിനയിച്ചേ പറ്റൂ. നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല. അപ്പൊ നമ്മൾ അവസാനത്തെ അടവ് നമ്മൾ അവിടെ പയറ്റാതിരിക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ, നമ്മളെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ജസ്റ്റ് നോർത്തിരിച്ചോളി, കറക്റ്റ് എന്റെ മുമ്പ് തന്നെ കൊടുക്കണമെങ്കിൽ തന്നെ ഞാൻ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് വാഹനത്തിൽ പോണതാണ്. പക്ഷെ എന്നാലും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, നായ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സംഭവമേ പ്രയോഗിക്കും. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒന്നും ചെയ്യാൻ വളരെ സിമ്പിൾ മാറ്ററാണ്. അതായത് ഒരു നിലക്കും പേടിച്ച് നമ്മൾ ഓടിപ്പോയി കഴിഞ്ഞാൽ മസ്റ്റാണ് കടി കിട്ടും. നമ്മൾ വണ്ടല നായി കടിക്കും, യാതൊരു സംശയമില്ല. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഫിഡൻസിൽ ഒരു അടി ബാക്കോട്ട് നിൽക്കാതെ ഈ നായന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വളരെ ബെറ്ററായി, എന്തെങ്കിലും സാധനം ബെറ്ററായി, കയ്യിലൊന്നും ഇല്ല വിചാരിക്കാം. ചിലപ്പോൾ കയ്യിൽ ആരെ കയ്യിൽ ഒന്നുണ്ടല്ലോ, ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആളായിരിക്കും. എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൗണ്ടിൽ ഫുൾ റൗണ്ടിൽ മാക്സിമം ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കാം. ഫുൾ റൗണ്ടിൽ അതും നമ്മുടെ കൈ എത്രത്തോളം സ്പേസിൽ പോകാൻ കഴിയുമോ നന്നായിട്ടാണ് വീശുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ വീശലോട് വീശി കഴിഞ്ഞതിന് ശേഷം എന്ത് വെച്ചാൽ, മാക്സിമം സൗണ്ട് എടുക്കുക, ഒച്ച വെക്കുക. ആ പരിസരത്ത് ഇപ്പൊ എല്ലാ പരിസരത്ത് വീടുകളുണ്ട്, ആളുകളുണ്ട്, വെളിച്ചുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. ആ പരിസരത്ത് ആരെങ്കിലും വരുന്ന വരെ ഒച്ച വെക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ സൗണ്ട് വരെ നമ്മൾ ഈ കോയിലിന്റെ ഉള്ളിൽ തൊണ്ടന്റെ ഉള്ളിൽ വരണം. അമ്മ ഇത് സൗണ്ട് വെച്ചിട്ട് എന്ത് വെച്ചാൽ, ആരെങ്കിലും ഒരാൾ നമ്മളെ ആ സ്പോട്ടിലേക്ക് വരുത്തുക. ആ ബന്ധോട് കൂടി നമ്മുടെ എന്ത് ചെയ്യും, നമ്മൾ രക്ഷപ്പെടും വിചാരിച്ചാൽ മതി. ഒരാളെ പരിസരത്ത് നിന്ന് ഞാൻ സ്പോട്ടിൽ എത്ര കൂട്ടമുള്ള നായകളെ കണ്ട് ഓടുന്നുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ജസ്റ്റ് എന്താ വെച്ചാൽ, നിങ്ങളടുത്ത് പല ഐഡിയ ഉണ്ടാവും. വീഡിയോസ് കാണുമ്പോൾ തന്നെ പല ഐഡിയകൾ പറയാനുണ്ടാവും, പല ഐഡിയ ഉണ്ടാവും. എല്ലാ ഐഡിയ ഒക്കെ ഓക്കെ, എല്ലാ ഐഡിയ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ ഒരു ഐഡിയ എന്തെങ്കിലും ആദ്യം പറ്റി കഴിഞ്ഞാൽ രക്ഷപ്പെടും, യാതൊരു സംശയമില്ല. നമുക്ക് എന്താ വെച്ചാൽ, നമ്മുടെ സ്വയം രക്ഷയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ എന്താ വെച്ചാൽ, വലിയ സംഭവങ്ങളായിട്ട് പറയാം, ഞാൻ വായിപ്പിക്കണം, അതുണ്ട് ഇതുണ്ട്, പല സംഭവം പറയാം. പക്ഷേ എന്താ വെച്ചാൽ, നിസ്സഹായ അവസ്ഥയിൽ നമ്മുടെ കയ്യിൽ നിന്നാണെങ്കിൽ കാര്യമായിട്ടുണ്ടാകും എന്താണ്, ഒന്നും ഉണ്ടാകും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി പോണ സാധനങ്ങളോ അല്ലെങ്കിൽ സ്കൂളിൽ വിട്ടുണ്ട്. പിന്നെ ചെറിയ മക്കളെ കാര്യത്തിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ ആവലാതിയുള്ളൂ. ചെറിയ മക്കൾ എന്താ വെച്ചാൽ, നമുക്ക് എത്ര ക്ലാസ് എടുത്ത് കൊടുത്തേക്കും അവർക്ക് എന്തെങ്കിലും വർക്കൗട്ട് ആവില്ല. 10 വയസ്സുള്ള ചോളുള്ള മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഒന്നും വർക്കൗട്ട് ആവില്ല. 10 വയസ്സുള്ള ചോളുള്ള മക്കളൊക്കെ എന്താ വെച്ചാൽ, രക്ഷിതാക്കൾ മാക്സിമം കീപ്പ് ചെയ്യുക. അവർ എന്റെ വഴികളും പോണ വഴികളും അവിടെ രക്ഷിതാക്കൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഈ ഒരു അടവ് പറ്റേ പറ്റും. ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കി. ഓക്കെ, വളരെ സന്തോഷം.